വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് എപ്പിസോഡ് ഓഫ് മൈൽസ്റ്റോൺ മമ്മീസ്. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഓൺ കമ്പ്യൂട്ടർ മെമ്മറി, ദാറ്റ് മീൻസ് അബൌട്ട് ഡേറ്റ ടൈപ്സ്. ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. ഇൻഡിജേഴ്സ്, ആൽഫബറ്റ്സ്, ഡെസിമൽ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നമ്പേഴ്സ് അല്ലേ. ഈ നമ്പേഴ്സിനെ കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇൻഡിജറിന് IND, ക്യാരക്ടറിന് ABCD ലെറ്റേഴ്സിന് CHAR, ക്യാർ ഡേറ്റ ടൈപ്പ്, ഡെസിമൽ പോയിന്റ് വാല്യൂസിന് ഫ്ലോട്ട്, ഡബിൾ, ദെൻ ട്രൂ ഓർ ഫോൾസിനെ സ്റ്റോർ ചെയ്യാൻ ബോൾ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ സ്ട്രിങ്. ഈ താഴെ എഴുതിയിരിക്കുന്ന ഇത്രയും ഡേറ്റ ടൈപ്സ് ആണ് കമ്പ്യൂട്ടറിൽ ഈ മേളിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. Let us discuss these important data types such as int for storing integer numbers or whole numbers, char for storing characters, float for storing floating point numbers, bool for storing boolean values, and string for storing group of characters. Now let us check each one by one. The examples നോക്കുക. ഇൻഡിജേഴ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട്, ദാറ്റ് മീൻസ് വോൾ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട്, പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സിനെ ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഇൻഡിജർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം ലാംഗ്വേജിനകത്ത് ക്യാർ എന്നൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ക്യാർ ഈസ് യൂസ് ഫോർ സ്റ്റോറിങ് ക്യാരക്ടേഴ്സ്. നമ്മുടെ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, 8 ലെറ്റേഴ്സ്, 0 to 9 നമ്പേഴ്സ്, ഇങ്ങനെ സ്പെഷ്യൽ സിമ്പിൾ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, സ്ലാഷ്, ഡബിൾ കോഡ്സ്, ഇങ്ങനെയുള്ളതിനെയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ഐ ആം ഗുഡ്, അങ്ങനെ ഒരു വേർഡ്, ഇങ്ങനൊരു സെൻറ്റൻസ്, വേർഡല്ല സെൻറ്റൻസ്. അപ്പം ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. ക്യാർ ഡാറ്റ ടൈപ്പിൽ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എപ്പോഴും സിംഗിൾ കോഡ്സിലായിരിക്കും എൻ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡബിൾ കോഡ്സിലായിരിക്കും. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ എപ്പോഴും നമ്മൾ ഡബിൾ കോഡ്സിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 23.46 ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് ബൂൾ മീൻസ് ബൂളിയൻ വാല്യൂസ് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും ഇതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. എന്തെങ്കിലും ലോജിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബൂളിയൻ വാല്യൂസ് എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ട്രൂ സ്റ്റാൻഡ് ചെയ്യുന്നത് 1നെയും 0 ഫോൾസിനെയും ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഡാറ്റയെ സ്റ്റോർ ചെയ്യാനായിട്ടാണ്. ഇതിൽ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ, അപ്പോൾ ആ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ടാണ് BOOL ബൂൾ എന്നുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. 1 ബൈറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 8 ബിറ്റ്സ് ആണ് നമ്മൾ പഠിച്ചല്ലേ. 0, 1, 2, 3, 4, 5, 6, 7, 0 to 7 ടോട്ടൽ 8 ബിറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് 1 ബൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഡേറ്റ ടൈപ്സിനും കമ്പ്യൂട്ടർ മെമ്മറിയിൽ എത്ര സ്പേസ് റിസർവ് ചെയ്തെന്ന് നോക്കാം. ക്യാരക്ടറിന് 1 ബൈറ്റ് ആണ്. ബൂളിയൻ ഡാറ്റ ടൈപ്പിന് 1 ബൈറ്റ് ഓഫ് സ്റ്റോറേജ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പിന് 4 ബൈറ്റ് ഓഫ് സ്റ്റോറേജ് കമ്പ്യൂട്ടർ മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡിജറിനും 4 ബൈറ്റ്സ് ആണ്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിന് 4 ബൈറ്റ്സ്. ലോങ് പ്രിസിഷൻ നമ്പേഴ്സ് വരുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, അത് ഡബിൾ, അതിന് 8 ഡാറ്റ ടൈപ്സ്, 8 ബൈറ്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് കമ്പ്യൂട്ടർ മെമ്മറിയിലെ സ്പേസ്, എത്ര സ്പേസ്. അപ്പോൾ ഈ ഇത്രയും കാണുന്ന ഈ 8 ബിറ്റ് അല്ലെങ്കിൽ 1 ബൈറ്റ് ഏതിനൊക്കെ ഉണ്ട്, ക്യാരക്ടറിനും ബോളിനും ഒക്കെ ഇത്രയും സ്പേസ് മെമ്മറി ഉണ്ടല്ലേ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്. ഡാറ്റ ടൈപ്സ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിളിൻ്റെ ഹെൽപ്പോടെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം, അങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻറ്റ് കൗണ്ടർ. ഹിയർ കൗണ്ടർ ഈസ് എ വേരിയബിൾ സ്റ്റോറിങ് എ വാല്യൂ 19. ഇതെങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്തെന്ന് നോക്കിയേ. ഒരു വേരിയബിൾ ആണ്, യൂസർ ക്രിയേറ്റ് ചെയ്ത ഒരു വേരിയബിൾ ആണ് കൗണ്ടർ. നമ്മൾ കൊടുക്കുന്ന ഒരു പേര് കൗണ്ടർ. ആ കൗണ്ടറിന് ഒരു പർട്ടിക്കുലർ ഇൻഡിജർ മെമ്മറി ലൊക്കേഷൻ അവിടെ സേവ് ആവുകയാണ്. അതിനകത്ത് ആൻസർ 90 എന്നുള്ളത് ഇൻഡിജർ ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ ഫോർ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ വെയിറ്റ്. ഫ്ലോട്ട് വെയിറ്റ് ഈക്വൽ ടു 4.7 എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണിത്. ഫ്ലോട്ട് വെയിറ്റ് ഈക്വൽ ടു 4.7 മീൻസ് വെയിറ്റ് ഈസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ്. അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ നോക്കി, അതിന് വേണ്ടിയിട്ട് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് റിസർവ്ഡ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനാണിത്. 4.7 എന്നുള്ളതാണ് വാല്യൂ. വേരിയബിൾ നെയിം വെയിറ്റ്.
അതുപോലെ ക്യാരക്ടർ ജെൻഡർ ഈക്വൽ ടു മെയിൽ എന്നുള്ള ഒരു ആണെങ്കിൽ ക്യാരക്ടർ ഡേറ്റ ടൈപ്പാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ജെൻഡറാണ് വേരിയബിൾ നെയിം. ദെൻ അതിൻ്റെ വാല്യൂ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തേക്കുന്നത് എം. സോ ഇത് ക്യാരക്ടർ ഡേറ്റാൻ്റെ റെപ്രസെൻറ്റേഷൻ. ലൈക്ക് ദാറ്റ് നമുക്ക് സ്ട്രിങ് വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്ട്രിങ് വരുവാണെങ്കിൽ നെയിം ഈക്വൽ ടു നെയിം എന്നുള്ളൊരു സ്റ്റോറേജ് ലൊക്കേഷൻ വേരിയബിൾ നെയിം ഇവിടെ കമ്പ്യൂട്ടർ എന്ന് കൊടുക്കാം. അത് സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് സ്ട്രിങ്. അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ളത് ബൂളിയൻ വാല്യൂ ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത്. സോ ഫോർ എക്സാമ്പിൾ റിസൾട്ട് എന്നുള്ള വേരിയബിളിനകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. വാല്യൂ എന്തായിരിക്കും, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഈ രണ്ട് വാല്യൂവേ ബൂളിയൻ എന്നുള്ള സ്റ്റോറേജ് ലൊക്കേഷനിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റോറേജ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യത്തുള്ളൂ. This is an example of how to add two numbers in C++. Let us check the code. Int x equal to 5 into y equal to 6. Here x and y are two variables and two variable names given by the user. നമ്മൾ കൊടുക്കുന്ന രണ്ട് വേരിയബിൾ നെയിമാണ് x and y. ഇനിഷ്യലി എക്സിന് 5 എന്നുള്ള വാല്യൂ മെമ്മറിയിൽ അസൈൻ ചെയ്തേക്കുന്നു, വൈക്ക് 6. ഇൻറ്റ് സം ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന് മെമ്മറിയിൽ 5ഉം 6ഉം ആഡ് ചെയ്ത്, അത് ഇൻറ്റീജർ ആണ്. സം എന്ന് പറയുന്നത് യൂസർ കൊടുക്കുന്ന ഒരു വേരിയബിൾ നെയിമാണ്. അതിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. വാട്ട് ഈസ് ദി റിസൾട്ട്? 11. താഴെ കാണിച്ചിരിക്കുന്നത് കർസർ ആണ് സ്ക്രീനിൽ. 11 ആണ് ഇതിന്റെ റിസൾട്ട്. സി ഔട്ട് സം എന്ന് പറയുമ്പോൾ സ്ക്രീനിൽ ഈ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നു. ഇതിന് ഈക്വലന്റ് ആയിട്ട് മെമ്മറി റെപ്രസെന്റേഷൻ ആണ്. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ എക്സ് എന്നുള്ള ഒരു വേരിയബിൾ നെയിമിൽ 5 എന്നുള്ള വാല്യൂ കമ്പ്യൂട്ടർ മെമ്മറി സ്റ്റോർ ചെയ്യുന്നു. ഇൻറ്റ് വൈ ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ വൈ എന്നുള്ള വേരിയബിൾ നെയിമിൽ 6 എന്നുള്ള വാല്യൂ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നു. ഇൻറ്റ് സം ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ സം എന്നുള്ള യൂസർ കൊടുക്കുന്ന വേരിയബിൾ നെയിമിലേക്ക് ഇൻറ്റിജറിലായിട്ടുള്ള 11 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ദെൻ add two numbers with the user input. That means the same program റൺ ചെയ്യുന്ന സമയത്ത് കീബോർഡ് യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് വേരിയബിൾ നെയിംസിന് കൊടുക്കാൻ പറ്റും. ലെറ്റ്സ് ചെക്ക് ദി എക്സാമ്പിൾ. ഇൻറ്റ് എക്സ് ആൻഡ് വൈ ആൻഡ് ഇൻറ്റ് സം. ഇത് ഈ ഡിക്ലറേഷൻ നോക്കുക. എക്സും വൈയും നമ്മൾ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള സം എന്നുള്ള വേരിയബിളും ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്തു. സിഒ ടൈപ്പ് ഈ നമ്പർ ആൻഡ് സി നെക്സ്റ്റ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കീബോർഡ് വഴി റൺ ടൈമിൽ ഡാറ്റ റീഡ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. C++ പ്രോഗ്രാമിന്റെ എക്സാമ്പിൾ കോഡാണിത്. നോക്കാം. റൺ ടൈമിൽ കണ്ടോ ടൈപ്പ് ഈ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ലെഫ്റ്റ് സൈഡിൽ നോക്കുക. സിഒ ടൈപ്പ് ഈ നമ്പർ സി നെക്സ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കണ്ടോ എക്സ് എന്ന് പറഞ്ഞാൽ സി നെക്സ്റ്റ് എന്ന് വെച്ചാൽ കീബോർഡ് വഴി റീഡ് ചെയ്യുക. അല്ലാതെ എക്സിന് 5 എന്നോ 4 എന്നോ വാല്യൂ ഇല്ല. ദർ ഇസ് നോ വാല്യൂ ഫോർ എക്സ് ഈക്വൽ ടു 10 or 5. So in the right side type a number means at runtime for x I am giving the value 5. Then അടുത്ത് നോക്കുക. y എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് അനദർ വേരിയബിൾ. സോ y equal to 6 or 7 ഒന്നും കൊടുത്തിട്ടില്ല. സോ ഐ ആം ഗിവിംഗ് അനദർ നമ്പർ y equal to 9. ഓക്കെ. നെക്സ്റ്റ് സം ഈക്വൽ ടു എസ് പ്ലസ് വൈ ഓപ്പറേഷന്റെ പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ റിസൾട്ട് കിട്ടും. സം എന്നുള്ള വേരിയബിൾ ആയിരിക്കും റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സം ഈസ് 14. യു ക്യാൻ സീ നൗ ദി ഔട്ട്പുട്ട് ഈസ് 14. അപ്പോൾ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ്? സം ഈസ് 14. കാരണം ഒന്ന് നോക്കിയേ, സിയോഡിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തേക്കുന്നത് എന്താണ്? സം ഈസ്. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പൈത്തണിൽ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. C++ൽ സിയോട്ട്. ഓക്കെ. സിയോട്ട് സം ഈസ് ഡബിൾ കോഡ്സിൽ സം. ഇപ്പൊ ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്താലും അത് പ്രിന്റ് ചെയ്ത് വരും. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ സം എന്താണ്? ഈ വേരിയബിൾ സം. ഇതിലാണ് ഡാറ്റ എൻ്റർ ചെയ്തേക്കുന്നത് അല്ലേ, സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പൊ സമ്മിന്റെ വാല്യൂ എന്താണ് ഇവിടെ? 14. സം ഡിസ്പ്ലേ. ഈ രണ്ട് എക്സാമ്പിൾസ് നോക്കുക. ഇതിൽ ഒരെണ്ണത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഫസ്റ്റ് വൺ 17 - 1. ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം 17 ഒന്ന് കുറയ്ക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണല്ലേ. പക്ഷെ ഇതൊരു പ്രോബ്ലം ഉണ്ട്. നോക്കിയേ, 17 എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്? ഡബിൾ കോഡ്സിലാണ്. സോ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ് ഏത് ഡാറ്റ ടൈപ്പ് വരുന്നതാണ്? സ്ട്രിങ്. സോ 17 എന്താണ്? ഇൻറ്റിജർ അല്ല, സ്ട്രിങ്. സ്ട്രിങ് 1 ഏതാ?
ഒരു വോൾ നമ്പർ അല്ലേ, സോ ഇറ്റ് ഈസ് ആൻ ഇൻറ്റിജർ. ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് വേറൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ചുമ്മാ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ടൈപ്പ് എറർ എന്ന് പറയുന്ന എറർ ആയിരിക്കും ഇവിടെ വരുന്നത്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഡാറ്റ ടൈപ്പ് എറർ ആയിരിക്കും, കാരണം കിട്ടത്തില്ല റിസൾട്ട്. രണ്ട് സ്ട്രിങ്ങിനെ ആഡ് ചെയ്യാനായിട്ട് കൺകാറ്റിനേറ്റർ ഓപ്പറേറ്റർ പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡിലും ഡബിൾ കോട്ട്സിൽ 11 കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ഡബിൾ കോട്ട്സിൽ 1. അപ്പോൾ രണ്ടും സ്ട്രിങ് ആണല്ലേ. രണ്ട് സ്ട്രിങ്ങിനെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് 1 1 1. കൺകാറ്റിനേറ്റ് ചെയ്യുക, ആഡ് ചെയ്യുകയാണ്, ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെ അനദർ നമ്പർ ആഡ് ചെയ്യുകയാണ്. അതാണ് കൺകാറ്റിനേഷൻ. കണ്ടോ, വേറെ സ്ട്രിങ് ആഡ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ സെയിം ഡാറ്റ ടൈപ്പ് തമ്മിൽ മാത്രമേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇൻറ്റ് എ ഇൻറ്റ് ബി സി ഈക്വൽ ടു എ പ്ലസ് ബി, അത് പോസിബിൾ ആണ്, കാരണം രണ്ടും ഇൻറ്റിജറാണ്. അപ്പോൾ അത് വേറെ ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് വേറൊരു ഡാറ്റ ടൈപ്പിലേക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യാൻ നോക്കിയാൽ ടൈപ്പ് എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൊച്ചു കൊച്ചു പൂവിൻ്റെ ചില്ലു വെച്ച ചിറകിൽ കുരുന്നീളം തിങ്കളെ നീ ഉദിച്ചു.